ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഒരു ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ഫംഗ്ഷനായിരുന്നു. അതിന് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കല്യാണം അടുത്ത ഞായറാഴ്ച ഗുരുവായൂർ വെച്ചാണ്. അതിൻ്റെ ഫംഗ്ഷൻ പൊതുവായിട്ട് ഇന്നാണ് നടത്തിയത്. ഗുരുവായൂർ ഇപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ. അന്നേരം അടുത്ത ബന്ധുക്കളൊക്കെ ഗുരുവായൂർ കല്യാണത്തിന് പോകുന്നുള്ളൂ. ഇത് അല്ലാതെ പൊതുവെ എല്ലാവരെയും വിളിച്ചിട്ട് ഫംഗ്ഷനായിട്ട് നടത്തുകയാണ്. വളരെ നല്ല ഫംഗ്ഷനായിരുന്നു. 2-3 ദിവസമായിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസത്തെ ഫംഗ്ഷനാണ്. 2 ദിവസമായിട്ട് അവിടെ ഓരോരോ ഫംഗ്ഷൻ നടക്കുകയാണ്. ഇപ്പം പിന്നെ കല്യാണങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ടല്ലോ. ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് ഫംഗ്ഷനായിട്ട് നടത്തുക, അത് നല്ല ആഡംബരപൂർവ്വം നടത്തുക എന്നൊക്കെ ഉള്ളതൊരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് കല്യാണം നടത്തുന്നതും അതിനകത്ത് എല്ലാ കാര്യങ്ങളിലും അവർ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ്. അതേപോലെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഒരു മോളെ ഒക്കെ ഉള്ളെങ്കിലും അവർ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വീട്ടുകാരും കൂടെ ആകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നുണ്ട്. അതവരുടെ ഒരു സന്തോഷവും, അത് ഒരു മോളുള്ളതിനെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തി വിടണമെന്നുള്ള ചിന്തയിൽ നല്ല രീതിയിലാണ് ഇപ്പോഴുള്ള കല്യാണങ്ങളെല്ലാം നടക്കുന്നത്. വളരെ നല്ല കാര്യം. താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ തന്നെ നടത്തട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവം വളരെ സന്തോഷത്തോടുകൂടി നടത്തണമെന്ന് ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അത് നടക്കാൻ അങ്ങനെ യോഗമുള്ള അച്ഛനും അമ്മയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി പിന്നെ ജോലിയൊക്കെ നേടി, അതുപോലെ നല്ല പയ്യന്മാരെയൊക്കെ അവർ തന്നെ സെലക്ട് ചെയ്യും. അവർക്ക് തന്നെ ഇഷ്ടമുള്ള പയ്യന്മാരെയൊക്കെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമേ അച്ഛനും അമ്മയ്ക്കും ഉള്ളൂ. അത് നല്ല രീതിയിൽ അവർ നടത്തി വിടുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുമ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ, പൈസ ഇല്ലാത്ത ടെൻഷൻ, പിന്നെ അത് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഉള്ള നമ്മുടെ അവരറിയാത്ത ഒരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും അവരതെല്ലാം നേരത്തെ അവരുമായിട്ടെല്ലാം പരിചയപ്പെട്ട് നല്ല രീതിയിൽ അത് നടത്തുന്നത് അവർക്ക് നല്ല സന്തോഷത്തോടെ അവർ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവർക്കും ഒരു സന്തോഷം. കല്യാണം കഴിപ്പിച്ച് വിടുന്ന അച്ഛനും അമ്മയ്ക്കും സന്തോഷം. ഒരു കണക്കിന് വളരെ നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കല്യാണ രീതികളൊക്കെ നല്ലതാണ്. പിന്നെ ഒരുപാട് ആർഭാടം നടത്താൻ താല്പര്യമില്ലാത്തവർ താല്പര്യമില്ലാത്ത രീതിയിൽ അവർ ചെറിയ രീതിയിൽ നടത്തുന്നതും നല്ലതാണ്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് പോട്ടെ. അതുകൊണ്ട് എല്ലാവരെയും കാണാനും കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ കഴിഞ്ഞു. അത് നമുക്ക് സന്തോഷം. എല്ലാവരെയും ഒന്ന് കാണാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മുടെ ബന്ധുക്കളെയും ഒരുപാട് നാളായിട്ട് കാണാത്ത ആൾക്കാരെയൊക്കെ ഇന്ന് കാണാൻ പറ്റി. അവരുമായിട്ടൊക്കെ കുറച്ച് നേരം ഒന്ന് ഇത് കഴിഞ്ഞ് സംസാരിക്കാനും കഴിഞ്ഞു. അപ്പോഴും നമുക്ക് അതൊരു മനസ്സിന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അത് ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടുന്നതും വളരെ സന്തോഷം അല്ലേ. അങ്ങനെ സന്തോഷത്തോടുകൂടി ഒരു ഫംഗ്ഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണ്. പിന്നെ വേറെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഒരുപാട് ഫുഡുണ്ടായിരുന്നു കഴിക്കാൻ, അതുകൊണ്ട് എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. നമുക്ക് ഈ ബൊഫേ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുപാട് ഫുഡുകൾ കാണുമ്പോൾ നമുക്കെല്ലാം കഴിക്കാൻ ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. എടുക്കുന്നതിനൊന്നും നമുക്ക് കഴിക്കാനും തോന്നത്തില്ലാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ഈ ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ആകുമ്പം അവർക്ക് അതെടുത്ത് പോയി പിന്നെ വേറൊരെണ്ണം എടുത്ത് അങ്ങനെയൊക്കെ കഴിക്കാൻ അവർക്ക് തോന്നും. നമുക്കാകുമ്പോൾ അങ്ങനെയൊന്നും തോന്നത്തില്ല. എന്തെങ്കിലും ഒരു കൂട്ടം എടുത്ത് കഴിച്ചിട്ട് വരാമെന്നേ തോന്നുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാൻ എല്ലാം കൂടെ പറ്റിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വല്ലായ്മയുണ്ട്. നമുക്ക് എന്നും കഴിക്കുന്നതിൻ്റെ പോലും കാൽഭാഗമേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ചിലരൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് കാണാം. അത് അവർക്ക് പറ്റുമായിരിക്കും. എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തൊക്കെ ടേസ്റ്റ് ചെയ്ത് ബുഫേ സിസ്റ്റം അങ്ങനെ ഒരു ഇത്. പിന്നെ നമുക്കിഷ്ടമുള്ളത് ആവശ്യത്തിന് എടുക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഒരുപാട് ഫുഡായിരുന്നു, വെറൈറ്റി ഫുഡുകൾ ഒരുപാടായിരുന്നു. എന്തൊക്കെ എല്ലാം ഒന്നും കണ്ടതുപോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒക്കെ ആയിട്ട് ഒരുപാട് ഫുഡുകൾ ഉണ്ട്. അന്നേരം താല്പര്യമുള്ളവർക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പഴയ രുചികളും പുതിയ രുചികളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഇപ്പം പൈസയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള രക്ഷകർത്താക്കളൊന്നും അല്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ട്. അതുപോലെ കല്യാണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി വിടണം എന്നുള്ള ചിന്തയിൽ അവർ അതേപോലെ സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെ അത് നടത്തി വിടുന്നത് നല്ല കാര്യം.
എന്നേ പറയാനുള്ളൂ. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെയും ഭാഗ്യം. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ എടുക്കാൻ മാത്രം കുറച്ച് സമയം കിട്ടിയില്ല. ഇതുകൊണ്ട് ഇപ്പം വന്ന് കയറി ഉടനെ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.